എടാ നീ എത്താറായോ? ഹലോ, അവിടെ ഒരു മിനിറ്റ് ഓളെ നോക്കട്ടെ. എടാ അപ്പം നീ അവിടെ ടി വി കണ്ടിരിക്കല്ലേ, നീ പറഞ്ഞില്ലേ? എടാ ഞാൻ വണ്ടിയിലടാ, ഭയങ്കര മേലുവേദന. എൻ്റെ പൊന്നടാ, ഒരാഴ്ച പെയിനുണ്ടാവും, പിന്നെ ശീലമായിക്കൊള്ളുന്നടാ ആശാൻ പറഞ്ഞേ. എനിക്ക് വയ്യടാ, നീ പോയിട്ട് വാ. പോവാനൊന്നുമില്ല, ഞാൻ ജിമ്മിൻ്റെ ഫ്രണ്ടിലുണ്ട്. എടാ നീ എല്ലാ ദിവസം വരുന്നുണ്ടല്ലേ, ഞാൻ ജിമ്മിലൊന്നും നേർന്നേ. എടാ കഴിഞ്ഞ ദിവസേ കാലിന് കളിച്ചിട്ട് കക്കൂസിലൊന്ന് കുത്തിരിക്കാൻ പോലും പറ്റില്ല. അപ്പ കോച്ചി പിടിക്കും. എന്തൊരു വേനടാ വേ. പൈസ കൊടുക്കുകയും ചെയ്യണം, കക്കൂസിലും പോകാൻ പറ്റണില്ല. ഞാനൊന്നുമില്ല അങ്ങടേക്ക്. അപ്പം നീ മേടിച്ച അണ്ടിപ്പരിപ്പും ബദാമും തന്നെയാണ്? എടാ അണ്ടിപ്പരിപ്പേ മമ്മി ഡാഡിക്കളുടെ ബർത്ത്ഡേക്ക് പായസത്തിലിട്ട് മിച്ചം വന്ന ബദാം എടുത്ത് ഷേക്ക് അടിച്ച്. ഹലോ എടാ നമുക്കേ സൂമ്പ് പഠിക്കാൻ പോയില്ല. അങ്ങനെയാണെങ്കിൽ പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് അർമാദിക്കുകയും ചെയ്യാം, ബോഡി ഫ്ലെക്സിബിലിറ്റി ആവുകയും ചെയ്യും. 1200 അവർക്ക് ഫ്ലെക്സ് വെച്ചിട്ടുണ്ടേ. സൂമ്പല്ലേ, നീ അതൊരു തൂമ്പ് എടുത്ത് കളിക്കുക, അപ്പം നിനക്കല്ല ഫ്ലെക്സിബിലിറ്റി. എടാ നീ ഒന്നേ ഉറച്ച് നിൽക്കുക. ഇന്നാണ് നീ കരാട്ടേന്ന് പറഞ്ഞ് പോയി ചേർന്നു, എന്നിട്ട് പോയോ? ഇല്ല. അത് കഴിഞ്ഞാൽ അവിടെ കരളിപ്പറ്റെന്ന് പറഞ്ഞ് പോയി, അതും പോയില്ല. ഇപ്പൊ ഈ ജിമ്മ്. എടാ നമുക്ക് ബെല്ലി ഡാൻസ് പഠിക്കാൻ ചേർന്നല്ല, പെട്ടെന്ന് വയറൂറും. എന്റെ കുഞ്ഞുമ്മയുടെ മോൻ ചേർന്നുണ്ട്, അവന്റെ കുത്തവയറ് പെട്ടെന്ന് പറഞ്ഞേ. വെച്ചിട്ട് പോണം വരുന്നു. മമ്മേ, ഡാഡി പോത്തിറച്ചി അടിക്കാൻ പോയിട്ട് വന്നാ? കാട്ടിലെ കൊണ്ടം തുടങ്ങിയപ്പോൾ പോയതാ. ശക്തിമാൻ തീരാറായിട്ട് പോലും വന്നിട്ടില്ല. ഡാഡിക്കൊന്നും വരത്തില്ലേ? ആ ശക്തിമാനെ പോലെ ആവാറുണ്ടെങ്കിൽ ഒരു പണിക്ക് പോകണ്ടായിരുന്നു, കറങ്ങി അടിച്ചേർന്ന് മതിയായിരുന്നു. ഒരു സെറസിൽ തരം കുഴപ്പമില്ലല്ലോ ആശമാനെ. നാളെ എന്റെ പൊന്നപ്പാപ്പ ആകെ 2.5 കിലോ അല്ലേ ഉള്ളൂ. എന്തെങ്കിലും വെയിറ്റ് വേണ്ടതില്? അടിയടി. അല്ല, നിന്റെ റിസൾട്ട് വന്നോ? ഇന്നലെ നാളെ വരും. നീ ടെസ്റ്റ് ചെയ്താ? ഇല്ലടാ, 2 ദിവസത്തിൽ കൊടുക്കണം. ആശാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആശാൻ ഈ ടെസ്റ്റോസ്റ്ററോൺ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എന്തിനാണ് ടെസ്റ്റ് ചെയ്യണേ? എല്ലാവർക്കും ഉള്ളല്ലേ? അത് ശരി, ആശാനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലല്ലേ? ഇതെല്ലാവർക്കും ഉണ്ട്, പക്ഷെ ചിലവർക്ക് തീരെ കുറവായിരിക്കും. ആഫ്രിക്കൻ പുരുഷന്മാർക്കൊക്കെ നല്ലോണം ഉണ്ടെന്നോ? എന്താ മുതിരിമാർക്ക് കണ്ടോ ഈ ടെസ്റ്റ്? ഈ ഇതും കൊണ്ട് ഇപ്പൊ എന്താ എത്ര ഗുണം? എന്താ ഗുണോന്നാ? ആശാന്റെ ഈ സെക്ഷൽ ഡിസയറില്ലേ ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യും, ഒടുക്കത്തെ എനർജി ആയിരിക്കും. അതിന് ആകെയുള്ള എനർജി എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റണ്ടേ? ഇപ്പൊ ചെത്താന് അടിക്കടിക്ക്. ആശാന് ഗേൾ ഫ്രണ്ട് ഒന്നുമില്ലേ? അത് ആശാനെ കണ്ടറിഞ്ഞൂടെ? എന്ത് ഗേൾ ഫ്രണ്ട് ഇല്ലാത്തൊരുത്തനല്ല ആശാനെന്ന്? എന്താ പൗരുഷം? ഏത് പെണ്ണാ കണ്ട വളയാത്തെ? അങ്കിളെ കാലിന് നന്നായിട്ട് അടിച്ചോട്ടാ, ടെസ്റ്റോസ്റ്ററോണൊക്കെ നന്നായിട്ട് കൂടും. ആശാനെ 25 കിലോന്റെ കട്ടെടുത്തില്ലോ ആശാനെ. എന്തിനാണ്? എല്ലുപിടിക്ക് കൊണ്ടുപോകാനോ? ആകെ 25 കിലോ ഉള്ളു. പുള്ളി എന്നാ അടിയല്ല അടിക്കണേ, ഒരു റെസ്റ്റ് പോലും ഇല്ലാണ്ട്. ഇതിന് മാത്രം മോട്ടിവേഷനൊക്കെ എവിടുന്നാണോ പുള്ളിക്ക് കിട്ടുന്നത്? മോട്ടിവേഷനൊക്കെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. കൊറോണ ആണോ? ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ശരി എന്നാ. ബ്രോ കഴിയാറായോ? ഇല്ല ബ്രോ 3 സെറ്റ് ചെയ്താൽ പോരെ? ഇപ്പം 5-6 സെറ്റ് ആയല്ലോ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള അത്ര അടിക്കും. ഒന്ന് പോടെ ഇറക്കാം. ഓ കേറി ഇരി. എൻ്റെ പൊന്ന് ബ്രോ, ഇത് നിറച്ച് വേർപ്പാണല്ലോ, ഒരു ടവലും ഉണ്ടെന്നൂടെ? ഒന്ന് പോടാ, വേണേ തുടച്ച വരാം. ഓ ഓ ഓ ഓ ഓ രണ്ടേ കൊണ്ട് ഒരുമിച്ച് അടിക്കട്ടിട്ടോ, ഒരുമിച്ച്. അതെ, അങ്ങനെ പോട്ടെ. ആശാനെ, ഈ പ്രോട്ടീൻ പൗഡർ അടിച്ചു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ശരിയാ? ഇതൊക്കെ ആരാ പറയണേ? അയാളപ്പ പറഞ്ഞല്ലോ, കരളും കിഡ്നിയും അടിച്ചു പോകുന്നു പറഞ്ഞു. ഇതൊക്കെ ചുമ്മാ പറയണല്ലേ എൻ്റെ ഡിൽറ്റോ കുട്ടാ.
അപ്പോൾ പൊക്കം വെക്കൂല എന്ന് പറഞ്ഞതോ? എന്ത് നീ കൂടുതൽ വർത്താനം പറയാണ്ട് അടിക്ക്. എന്ത് പ്രോട്ടീനാ? എൻ്റെ ഡിൽറ്റോ കുട്ടാ, നീ 2 റൗണ്ട് പിടിച്ച്, ഞാൻ അപ്പോൾ പോയിട്ട് വരാം. കള്ളപ്പന്നി എളപ്പം. 5 കിലോൻ്റെ വെയിറ്റൊക്കെ എടുക്കുന്നുണ്ട്. ഇത്രയും വെയിറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ കയ്യിലെ മസിലൊക്കെ ഉരുണ്ട് കയറി കയ്യിൻ്റെ ഭംഗിയൊക്കെ അങ്ങ് പോവൂലേ? ഇതൊക്കെ ആരാ പറഞ്ഞേ? ആശാൻ. ഞാനിപ്പോൾ പറഞ്ഞു. ഈ ആശാനല്ല, ആ ആശാൻ. വളയല് നേരെ എടുക്കണം. തത്തിക്കാൻ അങ്ങനെ നേരെ 1 2 3. യേശു വന്നേ. ഒരു സെക്കൻഡ് ഇതടിക്കട്ടോ. എന്താ അവിടെ പരിപാടി? ജസ്റ്റ് വർക്കിംഗ് ഔട്ട്. അത് മനസ്സിലായി. അതിൻ്റെ ഇടയ്ക്ക് നിനക്ക് എന്താ പരിപാടി? അതാ ചിക്കൊരു ഡൗട്ട് ചോദിച്ചാ അപ്പം ഞാൻ പറഞ്ഞു കൊടുത്താ. ഡൗട്ട് വെച്ച് ഇവിടുത്തെ ആശാനെ ഞാനാ. നീ മുടി അല്ല, നീ എന്തിനാ ഇവിടെ ആശാനാന്ന് പറഞ്ഞ് നടക്കുന്നത്? ഞാൻ ആരോട് ആശാനൊന്നും പറഞ്ഞു നടന്നിട്ടൊന്നുമില്ല. ചിലപ്പോൾ ഇവരുടെയൊക്കെ സ്നേഹം കാരണം ഇവരെന്നെ ആശാനെന്ന് വിളിക്കുന്നതായിരിക്കും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനേ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ഉണ്ട്. നീ വർക്കൗട്ട് ചെയ്യാൻ വന്നതാണ്. വർക്കൗട്ട് ചെയ്ത് പോടാ. എൻ്റെ കുട്ട, ഇവിടുത്തെ ഈ ലേഡീസിൻ്റെ ഒക്കെ ട്രെയിനിങ് ഞാൻ ഏറ്റെടുത്തോളാം. അപ്പോൾ നിൻ്റെ അത്ര ബുദ്ധിമുട്ട് പറഞ്ഞില്ലേ? അയ്യോ, എന്തോ ആ ബുദ്ധിമുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആശാനെ, യെസ്. ഈ ആശാനല്ല, മറ്റേ ആശാൻ. ഒന്ന് വഴി മാറുമോ? നിനക്കെന്നോട് ദേഷ്യമൊന്നുമില്ലോ അല്ലേ? ഞാൻ പോട്ടെ. 1 സിമ്പിളാണ്. 2 സിമ്പിളല്ലേ? 3. ആശാനെ, ഈ എക്സസൈസ് കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ കുഴപ്പമുണ്ടോ? നീ പോയി കാടുവെള്ളത്തിൽ കുളിക്കണം. ആടിത്തലയാ. ആ, നമുക്ക് ശരിയാക്കി എടുക്കാം. കേട്ടോ, കല്യാണം എന്താന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച. ഒരാഴ്ച കൊണ്ട് ശരിയാക്കി എടുക്കാന്ന് പറഞ്ഞ കുറച്ച് പണിയാണ്. ആ, പക്ഷെ പേടിക്കണ്ട കേട്ടോ. നമുക്ക് പുതിയ സ്കീമുണ്ട്, പേഴ്സണൽ ട്രെയിനിങ്. പേഴ്സണൽ ട്രെയിനിങ്ങോ? എന്ന് വെച്ചാൽ നാളത്തെ കഴിഞ്ഞ കല്യാണ ഇന്നലെ ഒന്ന് ജോയിൻ ചെയ്തു. 6 പാക്കിന് വേണ്ടി വന്നാ. 1 1 1 2 2 2 1 2 3 4. ശരിക്കും പിടിക്കാനാ. വേറെ ആരും ഉണ്ടാവില്ലേ? ട്രെയിനറെ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഈ സ്പെഷ്യൽ പാക്കേജിന് ഒരു 10,000 വരുള്ളൂ. ആണോ? ആ, GST കട്ട് ചെയ്ത് 9,990 ചെയ്ത് തരാം. ആ, ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ടോ? കളി ശരിയായിട്ടില്ല, അതാണ്. ബാഗ് എടുത്ത് തട്ടി തുളക്കിട്ട്. അപ്പൊ രാവിലെ ഓട്സ് പാലില്ല കേട്ടോ, ചൂടുവെള്ളത്തിൽ. പിന്നെ 5 മുട്ടയുടെ വെള്ള. പിന്നെ ഉച്ചക്ക് സെയിം 5 മുട്ടയുടെ വെള്ളയും വെജിറ്റബിൾ സലാഡ്. ഒരു ഡൗട്ട്, ഇതൊക്കെ ഭക്ഷണത്തിന് മുമ്പാണോ അതോ ഭക്ഷണത്തിന് ശേഷമാണോ? എന്റെ പൊന്നടവേ, ഇതാണ് ഭക്ഷണം. അപ്പൊ ചോറും ബീഫൊക്കെ അതുപോലെ പട്ടിക്കിട്ട് കൊടുക്ക്, ചോറും ബീഫും. കല്യാണം കഴിക്കണ്ടേ, മെലിയണ്ടേ? മെലിഞ്ഞാൽ മാത്രം പോരാ, 6 പാക്ക് കൂടി വേണം. ഓ, 6 പാക്ക് അല്ലേ? സഞ്ചി കൊണ്ടുവന്നിട്ടുണ്ടോ? എന്തിന്? അല്ല, പോകുമ്പോൾ 6 പാക്ക് സഞ്ചി തന്നു വിടാറുന്നു. ഇവിടെ കൃത്യമായ ഡയറ്റിങ്, കൃത്യമായ വർക്കൗട്ട്, കഷ്ടപ്പെടണം, ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാലും എന്നെ പോലെ 6 പാക്ക് ആവുള്ളൂ. നോ സാർ, കോൾ മീ ആശാൻ. 4 കൂടി 3 മാത്യു സാർ, ന്യൂ അഡ്മിഷനാ, ഒന്ന് പമ്പ് ചെയ്തോട്ടെ കേട്ടോ. ചെല്ല് ഉഷാറോട്ടെ കേട്ടോ. എടിറ്റോ, ജിമ്മിൽ ജീൻസ് ഇടാൻ പാടില്ലെന്ന് അറിയാൻ പാടില്ലേ? ബെർമൂഡ ഉണങ്ങിയില്ല, എല്ലാം കൂടി പൊളിച്ചെടുക്കോ. ആശാനെ, ആശാന്റെ ഡയറ്റും കൊണ്ടൊന്നും വണ്ണം കുറയുന്നില്ല കേട്ടോ. എന്തു പറ്റി? ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി, അപ്പൊ വണ്ണം കൂടും. അത് വല്ല ഗ്യാസിന്റെ ആയിരിക്കും. അല്ല, ചിലപ്പോ വെള്ളത്തിന്റെ ആയിരിക്കും. പഞ്ചായത്തിൽ വെള്ളമാണ് കുടിക്കുന്നത്. സോഡ? ആർക്കടാ സോഡ? ആര്? സോമദാദാ? പൊന്നു പോലെ ഞാൻ അവനോട് പിഴിയാനാ പറയണോ, അവനെ ചണ്ടി എടുക്കാൻ പറയില്ല. ചാണ്ടി ആ നാളത്തെ ഞാൻ കല്യാണാണ്. എന്റെ പൊന്നോ, അവന് ശവടക്ക് എടുത്തു നീയൊക്കെ കൂടി. എടാ ചാണ്ടി നിന്നേ. എടാ, നിനക്ക് വണ്ണം വയ്ക്കുള്ളന്നല്ലേ പറഞ്ഞേ? ചേച്ചിക്ക് വണ്ണം കുറയ്ക്കണോ അല്ലേ? ഒരു പണി, ചേച്ചിയുടെ ഡയറ്റ് ഇവന് പറഞ്ഞു കൊടുക്കും. പിന്നെ നീ എന്താ തിന്നണെന്ന് ചേച്ചിക്കും പറഞ്ഞു കൊടുക്ക്. ഇപ്പൊ രണ്ടുപേരും ഹാപ്പി അല്ലേ? ഓക്കെ അല്ലേ? പോയി അവിടെ പോയി രണ്ടുപേരും പോയി ഹാപ്പി അല്ലേ? ഇത്ര കാര്യമുള്ളൂ, ഇത് സിമ്പിളാണിത്.
എൻ്റെ പൊന്നടാവ് പറ്റുന്ന പരിപാടിക്ക് പോയപ്പോരെ. ബ്രോ ഒന്ന് സപ്പോർട്ട് ചെയ്യാവോ? ആ വീടി. ആ എൻ്റെ പൊന്നടാവ് ഒരു പെണ്ണല്ലേ അത്, എന്നെ ആട്ടി അടിക്കുന്ന. ഇവിടെ ഒരുത്തന്നെ ഒരു കമ്പിയും വെച്ചോണ്ട് കോ കോ കോന്ന് പറഞ്ഞോണ്ട് മുക്കുക ആണുങ്ങളുടെ വില കളയാൻ വേണ്ടി. അതന്നെ, ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ശക്തി വേണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതോ പെണ്ണുങ്ങൾക്ക് ശക്തി പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? താൻ വന്നൊന്ന് പിടിക്കടോ. ഒന്ന് പാടാവേ എന്ന് കൂടുതൽ കൊണാരൊന്നും അടിക്കണ്ട കേട്ടോ. അവൻ്റെ മറിക്കാം അങ്ങോട്ട്, ഞാൻ അടിക്കട്ടെ. എണീറ്റ് മറിക്ക. നേരെ എന്നാ നോക്കിക്കൊണ്ടിരിക്കുക? പോയി ആഞ്ചലിയോടെ വെയിറ്റ് എടുത്തിട്ടോ. അടുത്ത പ്രാവശ്യം ഓവൻ സെറ്റ് ചെയ്യണം. ആശാനെ ആശാനെ ഞാൻ വർക്കൗട്ട് ചെയ്തോട്ടെ. വർക്കൗട്ട് അപ്പൊ ആര് ക്ലീൻ ചെയ്യും? എടാ ഓരോ മെഷീനിൽ ആൾക്കാർ ഇറങ്ങി കഴിയുമ്പോൾ അപ്പം തന്നെ സാനിറ്റൈസർ അടിച്ച് ക്ലീൻ ചെയ്യണ്ടേ? കുറച്ച് നേരം മതി ആശാനെ, ഞാൻ പെട്ടെന്ന് ചെയ്തോളാം. ഇയാടെ എല്ലാവരും പോയി കഴിയുമ്പോൾ നീ വർക്കൗട്ട് ചെയ്തോ? എല്ലാവരും പോയി ജിം അടക്കൂല ആശാനെ. എടാ ആരുമില്ലാത്ത ജിമ്മ് നമ്മൾ തുറന്നു വെച്ചിട്ട് എന്ത് ചെയ്യാനുള്ള ഷൺമുഖ? നീ പോയി ക്ലീൻ ചെയ്ത് ചെല് ചെല് പോയി ചെല്. അതെ, ആ ട്രെഡ്മില്ലിന്റെ അടിയിൽ ഒരു വേട്ടവളയും കൂടിയിട്ടുണ്ട്, അത് കുത്തിപ്പൊളിച്ചോളാം കേട്ടാ. വേട്ടവളേനെ കൊത്തിട്ടാൻ നോക്കണേ. ആശാനെ ഡിറ്റോ നീ എന്തിവിടെ മുള്ളാൻ പോയതാ. മുള്ളിയാ? ആ ഫുള്ള് ഫുള്ള് കണ്ടാ? കണ്ട് കണ്ടായിരുന്നല്ലേ? ചെറിയ പീസുള്ളൂ. കഴിച്ചോട്ടാ. കുറച്ച് എണ്ണ കൂടുതലുണ്ടേ, അത് തലേ തേച്ചോ. പോയി വർക്കൗട്ട് ചെയ്യേ. ചാണ്ടിയുടെ അടുത്ത് തന്നെ പോണേ. ചാണ്ടി കുത്തിപ്പിഴിഞ്ഞെടുത്താൽ മതിയായിരുന്നു. 1 2 3. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. ദാ 2 കൈ ഇങ്ങനെ വെച്ച് ഡൗൺ സൈഡ് സൈഡ് അപ്പ്. സിമ്പിൾ. ദാ ഈ 2 വിരലുകൾ ഇങ്ങനെ വെച്ച് ഡെയിലി അടിച്ചാൽ അത്രയും നല്ലത്. പക്ഷെ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഈ മസിലില്ലേ ഉരുണ്ട് കയറി ഇവിടെ നിന്നിരിക്കുക. അതുകൊണ്ട് പല്ല് തേക്കാൻ പറ്റിയില്ല. തേച്ചു, മമ്മി തേച്ചു നോക്കും. തൊട്ടോളൂ അല്ലേ? നന്നിറങ്ങി പറഞ്ഞോ. തൊടു. എങ്ങനെയുണ്ട്? യേശു അല്ല യൂദാസ, എൻ്റെ കഞ്ഞി പാറ്റിയിടാൻ വന്ന യൂദാസ. സോറി ഇടുക്കി. എന്തേ അടിക്കല്ലേ? വർക്കൗട്ട് ചെയ്യാനായിട്ട് തീരെ എനർജി ഇല്ല. പാട്ടില്ലാത്തോണ്ട്. ശരിയാണല്ലേ, മ്യൂസിക് ഇല്ലാണ്ടല്ലേ നമ്മ ഇത്രയും നേരം അടിച്ചോണ്ടിരുന്ന. വെറുതെ ഒരു ആവേശമില്ലാത്ത. ആശാനെ
എന്താണ് ആശാനെ മത്തങ്ങ പോലത്തെ ഒരു സ്പീക്കറില്ലേ നല്ലൊരു പാട്ട് വെക്കോ അപ്പോഴല്ലേ കളിക്കുമ്പോ ഒരു ആവേശം ഉണ്ടാവും. പാട്ടല്ലേ ഇടാം. അല്ല പിന്നെ അടിക്ക് പൊറോട്ടെ. ആ എന്തുള്ള പാട്ടാണ് ആശാനെ? നല്ല എനർജറ്റിക് ആയിട്ടുള്ള സോങ് നോക്കൂ. എനർജറ്റിക് തരാം. ഇതെന്തും നീ കാണിച്ചുകൊണ്ടിരിക്കണേ? ഇത് വെച്ചിട്ടാണോ വർക്കൗട്ട് ചെയ്യണേ? ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിന് പാട്ടുണ്ട്, അതിരണം. നീ അങ്ങ് ഉണ്ടാക്കി. ആ ഞാൻ ഉണ്ടാക്കാൻ പോവാ. അത് ഐ വിൽ ഷോ യു ഹൗ ടു പ്ലേ ദ മ്യൂസിക് ഓഫ് ദ ജിം. എനിക്ക് കാണിക്കണം ഇങ്ങോട്ട് താ. ദാറ്റ് പ്ലേലിസ്റ്റ് പ്ലേ പ്ലീസ്. എടാ അച്ഛനമ്മയൊക്കെ പുറത്തു വെക്ക, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? പെട്ടെന്ന് നിന്നോട് മെസ്സേജ് ഓപ്പണൊക്കെ പറഞ്ഞു. നമ്മളിവിടെ +2 പഠിച്ച മരിയല്ലടാ അത്? മരിയില്ല, മരിയ നീയും പോയോ? എന്നാ നോക്കിക്കൊണ്ടിരിക്കുക? വർക്കൗട്ട് ചെയ്. ആശാനെ നമ്മുടെ ജിമ്മിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ ലേഡീസ് ഒന്നും കാണാത്ത? അവർക്കൊക്കെ വേറെ ഗ്രൂപ്പാ. അതെന്തിനാ വേറെ ഗ്രൂപ്പ്? ഒറ്റ ഗ്രൂപ്പ് ആക്കിയാൽ പോരെ? അതൊന്നും ശരിയാവില്ല. ആശാനൊക്കെ ലേഡീസ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരിക്കുമല്ലേ? ഓ അവൻ്റെ ഒക്കെ ഒരു ജാടേ. ആശാനെ ആശാനെ എന്തിടാ? ഓ എന്റെ പിന്നെ ഇല്ലേ ആ ലേഡീസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്നെ കൂടി ഒന്ന് ആഡ് ചെയ്യോ? എന്തിനാടാ? കുറച്ച് ഓൺലൈൻ ക്ലാസ് എടുക്കാനാ. ഓൺലൈൻ ക്ലാസ് അല്ലേ? അതിനകത്ത് ആഡ് ചെയ്തിട്ട് വേണം അതിലെല്ലാ പെൺപിള്ളേരുടെ നമ്പർ എടുത്തിട്ട് നിനക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാൻ. നോ, എല്ലാ പെമ്പിളാരില്ല, ആ ബബിതാം ബിന്ദു മാത്രം. ഓ ബബിത ബിന്ദു, നിന്റെ ഓൺലൈൻ ക്ലാസ് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അങ്ങനെ ബബിത ബിന്ദുക്ക് നീ മെസ്സേജ് ഉണ്ടാക്കണ്ട. അപ്പൊ ആശാൻ ചാറ്റ് ചെയ്യുന്നു? എടാ നീ അല്ല ഞാൻ. എടാ എനിക്ക് എല്ലാത്തിനും ഒരു കൺട്രോൾ ഉണ്ട്. ഒരു മെസ്സേജ് എങ്ങനെ അയക്കണം, ഒരു പെണ്ണിനെ എങ്ങനെ കൊണ്ടുപോയി നടക്കണം, ഒരു പെണ്ണിനെ എങ്ങനെ വളയ്ക്കണം എന്നൊക്കെ എനിക്കൊരു കൺട്രോൾ ഉണ്ട്. ആ കൺട്രോൾ നിനക്ക് കിട്ടുമ്പോൾ ഞാൻ ആലോചിക്കാം. ഇതൊക്കെ പറയുമ്പോൾ എന്റെ കൺട്രോൾ പോണു. നീ ആ സോമാനെ പോയി 1000 പുഷ്പടി വെച്ച് പോ. കൺട്രോൾ ഇല്ലാത്തവനെ കൺട്രോൾ. ആശാ ഞാൻ പോയിട്ട് നാളെ വരാം. ഡാ എടാ എന്നാ ആശാനെ 2-3 ആഴ്ചയായിട്ട് ഈ ചെറുക്കൻ കൈക്ക് മാത്രമേ അടിക്കുള്ളൂ, കാല് തൊട്ട് പോലും നോക്കിയിട്ടില്ല. പൊന്നുമോനെ നീ കാലിനെ കളിക്കണ അല്ലെങ്കിൽ കാല് ഒട്ടപ്പക്ഷി പോലെ ഇരിക്കും. ആശാന എന്നെ കൈ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇന്ന് കാലിന് അടിക്കാൻ ഓർത്തിട്ടാ. നാളെ കാലിന് അടിക്കാം. അയ്യോ ഇന്ന് പോയിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട്, ഞാൻ പോട്ടെ. നിന്നെ എൻ്റെ ചെറിയ പരിപാടി എന്താണെന്ന് എനിക്കറിയാം. നീ ഇന്ന് കാലിനടിച്ചിട്ട് പോയാൽ മതി. ആശാന നീ കാലിന് കളിച്ചിട്ട് പോയത്. ആശാനെ ഓ കൊണ്ട് സോമനാഥൻ ചത്താവോ? എന്റെടാ ഇനി വെയിറ്റ് ഇടല്ലേ? 50 കിലോ അല്ലേ ആയുള്ളൂ. അടിക്കേശു ഇല്ല, വലുത് ഒരെണ്ണം ഉണ്ടായിരുന്നു. എടാ പോരെ, നിർത്താണ്ട് അടിക്കണം. 2 റൗണ്ട് കൂടി എടുത്തിട്ട് പോക്കോട്ടാ. ആശാനെ പറ്റിപ്പോയി. ആശാനെ പോട്ടാശാനെ നിങ്ങടെ പോട്ടേന്ന് നിനക്കറിയാറാ കൂട്ടാ. താഴെ വെച്ച കൊതുകടിക്കുമെന്ന് വിചാരിച്ച് തലയിൽ വെച്ച കോക്കോച്ചുണ്ടോന്ന് പേടിച്ച് വളർത്തിയാ നിന്നെ. അടുത്ത ആഴ്ച മിസ്റ്റേക്കലായിട്ട് ഇറങ്ങേണ്ടവനാ. ഷവർമയും തിന്നുകൊണ്ട് വന്നേക്കണ്. ഷവർമ തിന്നേ പോട്ടെ, പക്ഷെ നീ മയോണൈസ് അത് നീ തുടരുതായിരുന്നു. മയോണൈസ് ഇല്ലാണ്ട് ഒരു ടേസ്റ്റ് ഇല്ല ആശാനെ. ഓ മയോണൈസ് ഇല്ലാണ്ട് ഒരു ടേസ്റ്റ് ഇല്ലാന്ന്. എടാ ഈ മയോണൈസിൽ എന്തൊക്കെ അടങ്ങിയെന്ന് നിനക്കറിയുമോ? ബയോകാർബണേറ്റ്, സോഡിയം സൾഫേറ്റ്, പൊട്ടാസ്യം പെർമനേറ്റ്, ഹൈഡ്രോളിക് ആസിഡ്, ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നിന്റെ ശരീരത്തിന് ഇറക്കി കളയണ്ടേ?
ഇത് കണ്ട ഈ ഉണ്ടംപൊരി കളി കയറ്റി മസിൽ ഉണ്ടല്ലോ അത് ഞാൻ ഉണ്ടാക്കിയതാ. ഈ നെയ്യപ്പം പോലത്തെ ജസ്റ്റ് കണ്ട അത് ഞാൻ ഉണ്ടാക്കിയതാ. ഈ ടീഷർട്ട് അത് നിന്റെ ആയിരിക്കും. നിനക്കൊരു വിഷമമില്ല, എനിക്ക് വിഷമമുണ്ട്. എന്നാൽ ഞാൻ പോയി ഒരു 1000 പുഷപ്പ് അടിച്ചിട്ടുണ്ട് ആശാനെ. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? റാക്കോട്ടൻ നിനക്കൊരു കാര്യം അറിയോ? ആശാന്റെ ശിഷ്യന് തമ്മിലൊരു കോമ്പറ്റീഷൻ വേണ്ടെന്ന് വിചാരിച്ചാ ഞാൻ മാറത്തുന്നത്. ഷവർമ തിന്നിട്ട് വന്നേക്കണേ. വേറെന്താ തിന്നേ? അതല്ല വേറെ എന്തോ തിന്നാൻ വേണ്ടി. നീ ചീസ് എന്നോ റാക്കൂട്ട? ചീസല്ല ആശാനെ, ചീറ്റ്. യു ബ്ലഡി ചീറ്റ്. ഞാൻ ഒന്ന് കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? എന്താ അല്ലയോ? അപ്പൊ വേറെ ഉണ്ടല്ലേ? സാധനം ഓ അപ്പൊ മറന്നിട്ടില്ല, കാണിച്ചരാം. ജിമ്മില് പട്ടി വെച്ചെടുക്കണ്ട. നീ എന്താ ഇവിടെ? വൈകിട്ട് ഞാൻ ഫ്ലാറ്റിലേക്ക് വരാം. ഇതെന്താടോ? ബാറ്ററി ലോയുള്ള കുത്തിട്. അതല്ല മെസ്സേജ്. ഇന്നെന്താ അവക്ക് എനിക്ക് ഒരേ മെസ്സേജ്? ഒരേ സമയം എത്ര പേരെ താൻ കൊണ്ട് നടക്കുന്നേ? ഞങ്ങൾ മാത്രമല്ലോ അതേ ജിമ്മിൽ വേറെ കുറെ പെമ്പിളേരോട് ഇങ്ങനെ തന്നെയാണോ? അവൻ്റെ ഒരു ലവ് യു ബേബി. ഇവനെയാണല്ലോ ഞാൻ. സുഷു എന്തുണ്ട്, സുഖല്ലേ? അവൻ്റെ ഒരു പേഴ്സണൽ ട്രെയിനിങ് ചെറ്റ. എടാ ആ വാക്കത്തിയും കൂടി എടുത്തേ. അച്ഛാ ഇത് മതിയാവോ? എടാ വീട് മാറിപ്പോയെന്ന് തോന്നട്ടോ. ഞാനിപ്പോൾ എത്താമേ, ഒരു 5 മിനിറ്റ്. അതാരച്ചാ? ഡാറ്റു എത്ര കൂട്ടം വരുന്നുണ്ടോ? ഈ കാടും പാട്ടിലൊക്കെ കൂട്ടിയിട്ട് ഒരു 4 കൂട്ടമുണ്ട്. പിന്നെ ഒരു കഷായം ഉണ്ട്. അയ്യോ കഷായം ഉണ്ടോ? ഇപ്പൊ ഭയങ്കര കയ്പായിരിക്കും. കയ്പൊന്നുമില്ല, ഞാൻ കുടിച്ചു നോക്കി, നല്ല മധുര. ചിലപ്പോൾ വിഷമിട്ടായിരിക്കും ആശാനെ. നീ എന്തോ നീ തിന്നണേ? ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റാ? ആശാനെ വേണോ? ആ. അയ്യോ അവളെന്റെ ഏതൊക്കെയോ പല്ലടിച്ച് തെറിപ്പിച്ചടാ. ഏതൊക്കെയോ പല്ലല്ല ആശാനെ, ആശാൻ്റെ അണപ്പല്ലാണ് പോയത്. അത് നമ്മുടെ ഷൺമുഖം തുടക്കാൻ നേരത്ത് കിട്ടിയിട്ടുണ്ട്, അവൻ കുപ്പിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി. നമുക്ക് പിള്ളാമ്പെടുത്ത് ഒട്ടിക്കാലോ. ജിമ്മിൽ ആരെങ്കിലൊക്കെ കണ്ടോടാ? കണ്ടോന്നോ? എത്ര പേര് കണ്ട്? വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ആശാനിപ്പോൾ റീൽസിൽ കിടന്ന് കത്തുന്നുണ്ട്. ആശാനെ ഒരു ചിക്കൻ. എന്റെ കഴുത്ത്. അയ്യോ ആശാനിപ്പോൾ എല്ലാം ഓടിക്കാൻ പറ്റുന്നില്ല അല്ലേ? എനിക്ക് നോക്കാൻ പറ്റില്ലടാ. ആശാനെ ആ കൺട്രോള് വെച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്ക്. ഒറിഞ്ഞു പോട്ടെ, ഒറിഞ്ഞു പോട്ടെ. അതാ